നമ്മളിന്ന് വന്നേക്കണത് ഈ മാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് 0 കോസ്റ്റിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ മുത്തിൻ്റെയൊക്കെ പൈസയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ജസ്റ്റ് 50 രൂപ എന്ന് അതിനകത്ത് കാണിച്ചേക്കുന്നത്. ആക്ച്വലി നമ്മുടെ കയ്യിൽ പഴയ മുത്തൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ എന്ത് സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫയലിൻ്റെ അകത്ത് വെക്കുന്ന പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറാണ്, അല്ലെങ്കിൽ ഫയലിൻ്റെ കവർ ഉണ്ടല്ലോ, കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ്, അതാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് നമ്മളൊരു ചെറിയൊരു പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ 2 നീളത്തിൽ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കമ്മലിന് വേണ്ടിയിട്ടാണ് ആദ്യം മുറിച്ചെടുക്കണേ. അപ്പോൾ ഇത് കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകില്ല. നമ്മൾ കാർഡ്ബോർഡ് ഷീറ്റിനകത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നനയുമ്പോഴൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് അത് വെട്ടിയെടുത്തിട്ട് നെയിൽ പോളിഷ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പേപ്പർ ആയതുകൊണ്ടാണ്, പ്ലാസ്റ്റിക് ഷീറ്റ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കണേ. ആക്രിലിക് കളർ ആകുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ വാർണിഷ് അടിക്കേണ്ടി വരും. അപ്പോൾ നെയിൽ പോളിഷ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വരില്ല. പിന്നെ നല്ല ഗ്ലേസിങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും, കാണാനും നല്ല ഭംഗിയുണ്ടാവും. ആക്രിലിക് കളർ ആകുമ്പോൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമ്മളത് ഉണങ്ങി കഴിയുമ്പോഴേക്കും അപ്പുറത്തും ഇപ്പുറത്ത് നമ്മൾ നെയിൽ പോളിഷ് അടിച്ച ശേഷം ഉണങ്ങി കഴിയുമ്പോൾ നമുക്കൊരു 3D ഔട്ട്ലൈനർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ 3D ഔട്ട്ലൈനറിന് നമുക്ക് 25 റുപ്പീസിന് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ സംഭവം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മുത്ത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ആ ഷീറ്റിനകത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഡിസൈൻ കിട്ടും. അപ്പോൾ 3D ഔട്ട്ലൈനർ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ത്രെഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു 20 to 30 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഗോൾഡൻ പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഗോൾഡൻ ആക്രിലിക് കളറായാലും യൂസ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എന്ത് കളറാണോ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കളർ വെച്ചിട്ടൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇതിൽ അടിയിൽ ഞാൻ പിങ്ക് കളർ കൊടുത്തേക്കുന്നുണ്ട്. ഗോൾഡൻ കൊടുക്കുമ്പോൾ അതൊരു ഭംഗിയായിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഫംഗ്ഷൻ ലുക്കിനൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി കമ്മലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിത് ഇതുപോലെ കുറച്ച് മുത്തുകളും അതിനകത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും പഴയ വെള്ള മുത്തിൻ്റെ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മുത്ത് ഇപ്പോൾ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മുത്തിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ താഴ്ഭാഗത്തേക്ക് ഞാൻ 4 ഒട്ടിക്കാൻ നോക്കിയപ്പോൾ ജസ്റ്റ് ഒരു സ്പേസ് തികയാത്തതുകൊണ്ട് ഞാൻ 3 വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് 3 ആക്കിയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 കമ്മലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ പുറകിലേക്ക് നമുക്ക് ഒട്ടിക്കേണ്ടത് പുറകിൽ നമ്മുടെ കമ്മലിൻ്റെ പിന്നുണ്ടല്ലോ, ആ പിന്നെടുത്തിട്ട് പഴയ ഏതെങ്കിലും ഒരു കമ്മലിൻ്റെ പിന്നെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. മുകളിൽ ഞാൻ ഇതുപോലെ ഒരു മുത്തൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ സംഭവം 2 കമ്മലിൻ്റെ മോൾ ഭാഗം നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷേപ്പിലല്ലാണ്ട് റൗണ്ടിലോ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിലോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ കമ്മൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഇത് കട്ടിയുള്ള ആയതുകൊണ്ട് നമുക്ക് അധികം വെയിറ്റ് ഉണ്ടാവില്ല, എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ക്വാളിറ്റി ഉണ്ട്, പോകത്തുമില്ല കേട്ടോ. അപ്പോൾ കുറേ കൂട്ടുകാർ ചോദിച്ചു ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ചേച്ചി കാണിക്കുമോ. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇത് ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻഡിനകത്ത് ഞാൻ ഈ കമ്മൽ ഇട്ടിട്ടുള്ള വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു മാലയും കൂടി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലോക്കറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സെയിം ഇതുപോലെ തന്നെ അതിന്മേൽ ഒരു പ്ലാസ്റ്റിക് കട്ടിയുള്ളത് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ സെയിം നമ്മുടെ നെയിൽ പോളിഷ് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കോട്ട് അടിക്കണം കേട്ടോ. ഞാൻ 1 കോട്ട് അടിച്ചിട്ട് ഒന്ന് ഉണങ്ങാൻ വെക്കണ്ടേ. അതിനുശേഷം ബാക്കിലും കൂടി അടിച്ചു കൊടുത്ത ശേഷമാണ് ഒരു കോട്ടും കൂടി അടിച്ചു കൊടുക്കുന്നത്. ചിലപ്പം നമ്മൾ ബാക്ക് സൈഡിലേക്ക് അടിക്കുമ്പോഴേക്കും നല്ല കളർ നന്നായിട്ട് വരാറുണ്ട്. അപ്പോൾ എനിക്ക് ഒരു സൈഡ് മാത്രം അടിക്കേണ്ടേ വന്നുള്ളൂ, 2 സൈഡ് അടിക്കേണ്ടേ വന്നില്ല കേട്ടോ. 2 തവണ അടിക്കേണ്ടി വന്നില്ല. ഒരു തവണ അടിച്ചു കഴിഞ്ഞ് 2ാം തവണ പുറകിലടിച്ചപ്പോഴേക്കും നന്നായിട്ട് തെളിഞ്ഞ് ഈ കളർ നല്ലതായിട്ട് എടുത്ത് നിൽക്കണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒറ്റ പ്രാവശ്യം മാത്രമേ അപ്പുറത്തും ഇപ്പുറത്ത് അടിക്കേണ്ടേ വന്നുള്ളൂ. അതേ കണ്ട ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞ ശേഷം ഞാൻ ഇതിൻ്റെ മേളിലേക്കും സെയിം ഡിസൈൻ തന്നെ 3D ഔട്ട്ലൈനർ വെച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസൈൻ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന അടിപൊളി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കൊരു മാലയും ലോക്കറ്റൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം, കമ്മലും ഉണ്ടാക്കിയെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കമ്മലും മാലയും വളയും കൂടി സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ റൗണ്ടിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് വേണമെന്നുള്ളൂ. നമ്മുടെ കയ്യിൽ റൗണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിലുണ്ടല്ലോ, നമ്മുടെ മിറണ്ടയുടെയും പെപ്സിയുടെയൊക്കെ ബോട്ടിലിൻ്റെ ഇതെടുത്തിട്ട് പ്ലാസ്റ്റിക് എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് സെയിം ഇതുപോലെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കമ്മലും വളയും മാലയൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഓർണമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴേക്ക് മുഴുവനായിട്ട് ആ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കണില്ല, പകുതി മാത്രം ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നടുക്കായിട്ട് ഞാൻ ചെറിയൊരു മിറർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു മിറർ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായതുകൊണ്ട് ഞാൻ അടുത്തേക്ക് വരച്ചേക്കണ കോളങ്ങൾ എൻ്റെ ആകൃതി ഷേപ്പ് അതായതുകൊണ്ട് ഞാനൊരു ഡയമണ്ട് ഷേപ്പിൽ ഇതുപോലത്തെ ഒരു ഷേപ്പിനകത്ത്
ഒരു മിററും കൂടി അതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ മുകളിലേക്ക് ഔട്ട്ലൈൻ എന്ന പോലെ ആ മുത്തുകൾ കുറച്ചും കൂടി ഒന്ന് എടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ള മുത്താണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ മുത്തുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഒട്ടിച്ചെടുത്തത്. ഇതേ സംഭവം ഇതുപോലത്തെ ഒരു ത്രെഡ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നമ്മുടെ മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ത്രെഡ് യൂസ് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ആ ഗോൾഡൻ കളറിലെ ആ സംഭവം അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്വിക്ക് വെച്ചിട്ടാണ് വേഗം ഒട്ടിക്കണ. ക്വിക്ക് വെച്ചിട്ടാണ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഫാസ്റ്റ് ക്വിക്ക് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വേഗം തന്നെ ഒട്ടിക്കിട്ടി. ഇതേ സംഭവം ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ബാക്കിൽ നമുക്ക് മാലയുടെ ചെയിൻ പോലെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ചരടായാലും മതി. അത് ഞാൻ ഗോൾഡൻ ഷെയ്ഡ് കൊടുത്തുകൊണ്ട് ഞാൻ ആ ചരട് തന്നെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. നമുക്ക് സാരിക്കായാലും പ്ലെയിൻ ചുരിദാറിൻ്റെ കൂടെ ഇടുവാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ബ്ലാക്ക് ചുരിദാറിൻ്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ സംഭവം ഇതുപോലെ തന്നെ ഫെവിക്വിക്ക് ഒട്ടിച്ച് നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള ലോ കോസ്റ്റ് ജ്വല്ലറീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിനും കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതിട്ട് കൂട്ടുകാരെ. അപ്പോൾ അടുത്തായിട്ട് പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.